നമ്മളങ്ങനെ ഭംഗിയായിട്ട് ഒരു സൈറ്റും കൂടെ തീർന്നു കേട്ടോ. ഇപ്പോൾ ഈ സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ സൈറ്റൊന്നുമല്ല, ചെറിയൊരു സൈറ്റാണ്. ഇതിനകത്ത് നമ്മൾ ചെയ്തേക്കണേ ഇതുണ്ടോ, ഒരു 1200 1250 സ്ക്വയർ ഫീറ്റ് മേച്ചിലാട്ടോ, കോടി അടിച്ച് നമ്മൾ മേഞ്ഞേക്കണ ഒരു സൈറ്റാണ്. ഇതിനകത്ത് നമ്മൾ ഹെവി പൈപ്പുകളൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. സാധാരണ കോസ്റ്റ് കുറച്ചുള്ള രീതിക്കുള്ള പൈപ്പുകളാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ചത്. ഇതെല്ലാം ഉത്തരവും കഴിക്കോലെല്ലാം 3 സ്ക്വയർ ട്യൂബ് ആട്ടോ, 16 ഏജിൻ്റെ 3 സ്ക്വയർ ട്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പോളോടെ പൈപ്പാണ് ഉപയോഗിച്ചത്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് പട്ടിക സാധാരണ നമ്മൾ കൊടുക്കണ പോലെ 1 സ്ക്വയർ ട്യൂബ്. ഷീറ്റ് നമ്മൾ സാധാരണ എപ്പോഴും നമ്മൾ ഉപയോഗിക്കണ പോലെ JSW കളറോൺ പ്ലസ് 0.35 ഷീറ്റാട്ടോ നമ്മൾ ഉപയോഗിച്ചേക്കണം. പിന്നെ പാത്തി സ്ക്വയർ പാത്തി, ആ യൂറോ കാർഡിൻ്റെ പാത്തി നമ്മൾ കൊടുത്തേക്കണം. പിന്നെ പാത്തിയിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു കാരണവശാലും നമ്മൾ ഇതിൻ്റെ അകത്ത് കൂട്, സാധാരണ ലൈറ്റ് വെയിറ്റ് ഉള്ള മറ്റേ കൂട് നമ്മൾ ഉപയോഗിക്കാറില്ല. അതിന് പകരം കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ അകത്ത് 3x2 റെഡ്യൂസ് ഇട്ടിട്ട് നമ്മൾ 2 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബ് ആയിട്ട് കൊടുത്തത്. ഇതാകുമ്പോഴത്തേക്ക് ലൈഫിൽ നമുക്ക് കിട്ടും. മറ്റേ കൂട് ഇട്ടിട്ടുണ്ടെങ്കിൽ കൂട് മീറ്ററിന് കണ്ട് 60-65 രൂപ റേറ്റ് കണ്ടാൽ തോന്നും. അപ്പോൾ അത് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മഴയും ഒരു വെയിലും കഴിയുമ്പോഴത്തേന് അത് പിഞ്ഞി പോകും. പിന്നെ നമ്മൾ ഈ സൈറ്റ് ചെയ്തേക്കണേന്ന് പറഞ്ഞാൽ ഈ ഷീറ്റ് താഴെയായിരുന്നു, ഈ വാർക്കയുടെ താഴെയായിരുന്നു. അത് നമ്മൾ പൊളിച്ച് പാരപ്പറ്റിൻ്റെ മുകളിലോട്ട് കൊടുക്കുന്നുണ്ട്, താഴെ സ്പേസ് കിട്ടാനും. പിന്നെ ഒരു ഹൈറ്റ് കിട്ടുമ്പോഴത്തേനും വീട് അടിഞ്ഞു പോയി. ഇതിപ്പോൾ ഇച്ചിരി താഴ്ന്ന റോഡിൽ നിന്ന് ഇച്ചിരി താഴ്ന്ന സ്ഥലത്താണ് ഈ വീട്. അപ്പം അടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് പൊക്കി മുകളിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആ 2 സൈഡിലും പാരപ്പറ്റ് ഉള്ളത് കൊണ്ട് അവിടെ കുഴപ്പമില്ല. ഇവിടെ നമ്മൾ പിള്ളേർ ആരെങ്കിലും കയറി വന്നാൽ വേണ്ടി ഒരു സേഫ്റ്റിക്ക് വേണ്ടി 1 സ്ക്വയർ ട്യൂബ് കൊണ്ട് 2 ലെയർ പൈപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചെറിയ ഇവിടെ സ്പേസ് കുറവായതുകൊണ്ട് നമ്മളിവിടെ ഒരു 2 അടിയായിട്ട് വീതി കൊടുത്തിട്ടുള്ളൂ. 2 അടിയുടെ ഒരു സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റെയറിൻ്റെ 1 സൈഡ് ഹാൻഡ് റെയിലും കൊടുത്ത്, സ്റ്റെയറിൻ്റെ എല്ലാം സൈഡിലെ പൈപ്പ് നമ്മൾ കോസ്റ്റ് കുറയ്ക്കാനും ഇതിനെല്ലാത്തിനും വേണ്ടി സ്റ്റെയറിൻ്റെ പൈപ്പെല്ലാം നമ്മൾ 3x1 ആട്ടോ 2 സൈഡും കൊടുത്തേക്കണം. പിന്നെ സ്റ്റെപ്പിൻ്റെ കൊടുത്തേക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ഇഞ്ച് വീതിയും 2 അടി നീളവും. ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചേക്കണ പൈപ്പ്, സ്റ്റെപ്പിൻ്റെ ഫുള്ള് നമ്മൾ ഉപയോഗിച്ചേക്കണ പൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3x1 സൈഡിൽ വയ്ക്കാനുള്ള പൈപ്പെല്ലാം 3x1 പൈപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള പടികളുടെ ഇതെല്ലാം 3/4 ആയിട്ട് കൊടുത്തത്. എല്ലാം നമ്മൾ 16 ഏജ് ആട്ടോ, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. 16 ഏജിൻ്റെ അപ്പോളോടെ പൈപ്പാണ് കൊടുത്തേക്കണം. പിന്നെ ഇതിൻ്റെ ഔട്ടർ ഫ്രെയിം എല്ലാം 3x1 പൈപ്പാട്ടോ കൊടുത്തേക്കണം. പിന്നെ ഇതിൻ്റെ അകത്തൊരു സപ്പോർട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നടുക്കൊരു ലെഗ് 2 ഇഞ്ച് റൗണ്ട് പൈപ്പ്, GIയുടെ 2 ഇഞ്ച് റൗണ്ട് പൈപ്പ് ലെഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭിത്തിയിലോട്ടൊരു സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ അടുത്ത ഈ ഒരു സൈറ്റും അങ്ങനെ ഈ മഴ പെയ്തുകൊണ്ടിരിക്കണം. ഈ മഴയത്ത് നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. ഇച്ചിരി ലാഗ് വന്നു. ഈ മഴക്കാലത്ത് നമ്മുടെ സൈറ്റ് ഇങ്ങനെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റിയിട്ടു. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോകളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക. ഓക്കെ.